മുറവിളിയും ദുഃഖവുമില്ല, പുത്തനെരുശലേം നഗരമതിൽ പൊൻപുലരിയിൽ ഒത്തുചേർന്നു പൊന്നേശുവിനെ പുകഴ്ത്താം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കണം. എന്നിട്ട് നമ്മുടെ മക്കളെ ഉപദേശിക്കണം. ഇനി അവരെ എങ്ങനെ ഉപദേശിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അതും എന്തൊരു പ്രാക്ടിക്കലാണ്. എങ്ങനെ ഉപദേശിക്കണമെന്നാ? വീട്ടിലിരിക്കുമ്പം, വഴി നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വീട്ടിൽ ഇരിക്കുമ്പം ദൈവകാര്യം പറയണം, പിന്നെ കിടക്കാൻ നേരത്ത് പറയണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൾ ദ ടൈം നിൻ്റെ ലൈഫ് സ്റ്റൈൽ വഴി, നിൻ്റെ ദിനചര്യ വഴി ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ട്, വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്, അത് വേണ്ടെന്നല്ല. എന്നാൽ അത് മാത്രം പോരാ. രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന കൊണ്ട് നിർത്തിക്കളയല്ല. എപ്പോഴും അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവവചനം പറഞ്ഞോണം. ദൈവിക സത്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഉദാഹരണമായിട്ട് നിങ്ങളൊരു സൂവിൽ പോകുക എന്ന് വിചാരിക്കുക, ഒരു മൃഗശാലയിൽ പോവുക പിള്ളേരെ കാണിക്കാൻ. അവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റിയാണ് ദൈവത്തെക്കുറിച്ച് പറയാം. ഈ ഓരോ മൃഗത്തിൻ്റെയും പ്രത്യേകത കണ്ടോ, ഈ ഓരോ പക്ഷിയുടെയും കളറ് കണ്ടോ, എന്തൊരു അത്ഭുതമായിട്ടാണ് ദൈവം ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ദൈവം ഇതിന് ബുദ്ധി കൊടുത്തിരിക്കുന്നത് കണ്ടോ. ദൈവത്തെക്കുറിച്ച് പറയാൻ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളൊരു എക്സിബിഷൻ കാണാൻ പോയി, ഒരു സയൻസ് എക്സിബിഷൻ, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റിയാണ്. സയൻസിലെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് ദൈവമാണ് ഇങ്ങനെ ആക്കിയത്, ദൈവത്തിൻ്റെ സിസ്റ്റമായത് എന്ന് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അനുദിന ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെക്കുറിച്ച് പറയാം. പിന്നെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ജീവിതശൈലി വഴി പറയാം. ജീവിതത്തിൽ ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ദൈവഭക്തി പ്രകടിപ്പിക്കുന്ന നിലയിൽ പെരുമാറണം. ഉദാഹരണം, നിങ്ങളുടെ അയൽവക്കത്തെ ആള് നിങ്ങളുടെ കോഴി അങ്ങോട്ട് ചാടി അവരുടെ കൃഷി കുറച്ച് ചകഞ്ഞ് കളഞ്ഞു എന്നും പറഞ്ഞ് ഭയങ്കര ചീത്ത പറയുക. അയൽവക്കക്കാർ മോശമായ വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങളെയൊക്കെ ചീത്ത വിളിക്കുക. അപ്പോൾ നിങ്ങൾ ചെന്ന് പറഞ്ഞ്, അയ്യോ ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാ, ഞങ്ങൾ കോഴിയെ സൂക്ഷിച്ചോളാം, ഇനി അങ്ങനെ ഉണ്ടാകില്ല, അത് സാരമില്ല കേട്ടോ എന്ന് പറയാം. അയാൾ സമ്മതിക്കുന്നില്ല, അയാൾ പിന്നെയും ചീത്ത പറയാം. അപ്പോൾ നിങ്ങളുടെ പിള്ളേരും ഇത് കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ പിള്ളേർ പറയുക, ഡാഡി അയാൾ തന്നെ ചീത്ത പറയുന്നത്, ഡാഡി എന്താ മിണ്ടായിരിക്കുന്നത്, ഡാഡിക്കും പറയല്ലോ, രണ്ടും അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അപ്പോൾ ഡാഡി പറയണം, മക്കളെ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല, അവരിത് പറയുന്നത് അവർക്ക് ദൈവത്തെ അറിയത്തില്ല, അവർ ദൈവമക്കളല്ല, അതുകൊണ്ടാണ് അവർ പറയുന്നത്. നമ്മൾ ദൈവമക്കളാണ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനൊന്നും പറയരുതെന്നാണ്, അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ പറഞ്ഞാൽ പിള്ളേരുടെ മനസ്സിലത് പതിയും. അതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നിങ്ങൾ റോഡിൽ കൂടെ പോവുകയാണ്, ഒരു ട്രാഫിക് ഒഫൻസ് കാണിച്ചു, അറിയാതെ ചിലപ്പോൾ പറ്റിപ്പോവും, പോലീസ് നിർത്തി.
കടലാസ് എഴുതാൻ പോവാ പോലീസ്, ഫൈൻ എഴുതാൻ പോവാ 500 രൂപ. അപ്പോൾ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് ഒരു 100 രൂപ കൂട്ടായ്മ നിങ്ങൾ കൊടുത്തു. പോലീസുകാരും പറയുക 100 രൂപ തരാമെങ്കിൽ വിട്ടേക്കാം. എന്നാൽ പോട്ടെ, 500 രൂപ എന്തിനാ കളയുന്നത്, 100 രൂപ കൊടുത്തു. അപ്പോൾ ഈ കൊച്ചിനൊരു മെസ്സേജ് കിട്ടി, ഇതൊക്കെ ചുമ്മാതാ, കാര്യം വരുമ്പോൾ കാശ് കൊടുത്ത് കള്ളത്തരം കാണിച്ചും രക്ഷപ്പെടാം. അങ്ങനെ ഒരു മെസ്സേജ് കൊച്ചിന് കിട്ടരുത്. കൊച്ചിന് കിട്ടേണ്ട മെസ്സേജ് എന്താണ്? ഡാഡി പറയണം, അയ്യോ എൻ്റെ തെറ്റ, ഞാൻ ശ്രദ്ധിച്ചില്ല. പോലീസുകാരന് 100 രൂപ എടുത്തവൻ വിടും, പക്ഷേ എനിക്കങ്ങനെ പോകണ്ട, ഞാൻ 500 രൂപ കൊടുത്തേക്കാം. 500 രൂപ കൊടുത്ത് ഫൈൻ അടച്ച് മേടിച്ചു. അപ്പോൾ കൊച്ചിനൊരു മെസ്സേജ് കിട്ടി, എന്താ? പറയുന്നത് പോലൊക്കെ ചെയ്യണമല്ല, ചുമ്മാ പ്രസംഗിച്ചാൽ പോരാ, നമ്മൾ തെറ്റ് ചെയ്താൽ അതിനുള്ള പിഴ നമ്മൾ അടയ്ക്കണം. അപ്പോൾ ജീവിതത്തിലെ, അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിൽ മക്കൾക്ക് ദൈവീക സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവഴിയിൽ നടക്കണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നമ്മുടെ അനുദിന ജീവിതം വഴി ദൈവീകമായ സത്യങ്ങൾ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ശിക്ഷണത്തെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. വേദപുസ്തകത്തിൽ ധാരാളം വാക്യങ്ങളിൽ മക്കളെ ശിക്ഷിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ വാക്യങ്ങളുണ്ട്. 1-2 വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചേക്കാം. വേറെയും വാക്യങ്ങളുണ്ട്, എന്നാലും 1-2 വായിക്കാം. സദൃശവാക്യം തന്നെ 13:24 ഒന്ന് നോക്കിയേ. സദൃശവാക്യം പ്രൊവേർബ്സ് 13:24. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ ഭയക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. സ്നേഹിക്കുന്നവൻ ശിക്ഷിക്കുന്നു, വടി ഉപയോഗിച്ച് ശിക്ഷിക്കുന്നു. 19:18. പ്രത്യാശയുള്ളിടത്തോളം നിൻ്റെ മകനെ ശിക്ഷിക്കുക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. വേറെയും വാക്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. എബ്രായലേഖനം 12-ാം അധ്യായത്തിലുണ്ട്, അപ്പൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു. പിന്നെ വടി ഉപയോഗിക്കണം, പക്ഷേ കൊല്ലാൻ തക്കവണ്ണം അടിക്കല്ലേ. കണ്ടോ, ബൈബിൾ എത്ര പ്രാക്ടിക്കലാന്ന് നോക്കിയേ. അടിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ സൂക്ഷിച്ച് വേണം അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ പത്യോപസക്തി വളർത്തണമെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് തന്നെ പക്ഷേ കോപിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ റൂൾസ് ഉണ്ടായിരിക്കണം, അതായത് നിയമങ്ങൾ. നുണ പറയാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, നിയമങ്ങൾ ഉണ്ടായിരിക്കണം. ആ നിയമങ്ങൾ വ്യക്തമായിരിക്കണം. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം അതെന്താണ്. അനുസരണക്കേട് കാണിച്ചാൽ ശിക്ഷിക്കണം. തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ, ഉദാഹരണമായിട്ട് നുണ പറയുക, നുണ പറഞ്ഞാൽ ശിക്ഷിക്കണം. അനുസരണക്കേട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി, ശിക്ഷിക്കണം. നിയമങ്ങൾ ലംഘിച്ചു, വീട്ടിൽ വെച്ചിരിക്കുന്ന ക്ലിയറായിട്ട് കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന റൂൾസ് അവർ തെറ്റിച്ചു, അത് ശിക്ഷിക്കണം. എന്നാൽ ചൈൽഡിഷ് മിസ്ചീഫിന് ശിക്ഷിക്കരുത്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിയണം. മനഃപൂർവമായ അനുസരണക്കേടിന് ശിക്ഷിക്കണം, കുസൃതിക്ക് ശിക്ഷിക്കരുത്. കുസൃതി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു പേന കിട്ടി, അവൻ ഭിത്തിയിൽ ഒരു വര വരച്ചു. അത് പാപവും തെറ്റുമൊന്നുമല്ല, അവൻ കൊച്ചായതുകൊണ്ട് അവനങ്ങനെ ചെയ്തതാ. അതിന് പറഞ്ഞു കൊടുക്കണം, മോനെ അവിടെ അല്ല പേന കൊണ്ട് വരയ്ക്കേണ്ടത്, കടലാസി വരയ്ക്കണം, അല്ലാതെ കണ്ടോ ഇനി അത് മാച്ച് കളയാൻ എന്ത് പാടാ, അതുകൊണ്ട് ഭിത്തിയിൽ ഇനി വരയ്ക്കല്ലേ എന്ന് പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ കൊച്ചൻ നുണ പറഞ്ഞാൽ ശിക്ഷിക്കണം, അടിക്കണം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കുസൃതി വല്ലതും കാണിച്ചാൽ ലാത്തി ചാർജാണ്. മേശപ്പുറത്ത് ഇരുന്നൊരു ഫ്ലവർ വാസ് അവൻ ചാടി ഓടി മറിഞ്ഞപ്പോൾ അവൻ്റെ കാല് തട്ടി താഴെ പോയി, പൊട്ടിപ്പോയി. അടിയോടടി. കൊച്ചനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ കൊച്ചൻ അങ്ങോട്ട് പോയി. അപ്പം ചിരിയ അപ്പനും അമ്മയോട്, ഓ അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവൻ അങ്ങോട്ടാണ് പോകുന്നത്. ചിരിക്കുക. തിരിച്ചാ ചെയ്യണ്ടേ? പറഞ്ഞാൽ കേൾക്കാത്തപ്പോൾ നല്ല അടി വെച്ച് കൊടുക്കണം. ഫ്ലവർ വാസ് പൊട്ടിച്ചതിന് അല്ല അടിക്കേണ്ടത്, അതവന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? എന്തിനാ ശിക്ഷിക്കേണ്ടത്? അനുസരണക്കേടിനും തെറ്റിനുമാണ് ശിക്ഷിക്കേണ്ടത്. എന്തിനാണ് ശിക്ഷിക്കാൻ പാടില്ലാത്തത്? ബാല്യകാല ചാവല്യങ്ങൾ എന്നൊക്കെ പറയുന്ന കുസൃതികൾ, അതിന് ശിക്ഷിക്കരുത്. അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഇനി
ശിക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ കോപം തീർക്കാനല്ല ശിക്ഷിക്കേണ്ടത്. നമ്മൾ വായിച്ചില്ലേ സദൃശവാക്യത്തിൽ, ചത്തുപോകുന്ന പോലെ അവനെ അടിക്കല്ലെന്ന്. ചിലരാണെ ബെൽറ്റും ചെരുപ്പും അതും ഇതൊക്കെ കൈ കാണുന്നതെല്ലാം എടുത്തിട്ട് അടിക്കും. വടികൊണ്ടടിക്കുന്ന കാര്യം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അടിക്കുന്നത് എൻ്റെ ദേഷ്യം തീർക്കാനല്ല. പിന്നെ എന്തിനടിക്കുന്നത്? അവൻ ഗുണപ്പെടാനാണ്. അടിക്കുന്നതിന് മുമ്പ് എന്തിനാ അടിക്കുന്നതെന്ന് പറയണം. പറയാതെ പെട്ടെന്ന് വന്ന് എടുത്തിട്ട് അടിക്കുക, കൊച്ചം വണ്ടരടിക്കുക, ഇതെന്തിനാ എന്നെ അടിക്കുന്നതെന്ന് അങ്ങനെ വരില്ല. അവനോട് പറയണം, ഇന്ന കാര്യം പറഞ്ഞു, നീ അത് കേട്ടില്ല, തെറ്റാണ്, നീ ശിക്ഷ അറിയിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് നിനക്ക് ശിക്ഷ വേണം. ഈ അടിയല്ലാതെ വേറെ പല ശിക്ഷാമാർഗങ്ങളുണ്ട് കേട്ടോ. എന്നാൽ ശിക്ഷിക്കുമ്പോൾ എന്തിനാണെന്ന് പറഞ്ഞു വേണം ശിക്ഷിക്കാൻ. ന്യായമായിട്ടേ ശിക്ഷിക്കാവൂ, അവൻ്റെ തെറ്റിനനുസരിച്ചേ ശിക്ഷിക്കാവൂ, പറഞ്ഞിട്ടേ ശിക്ഷിക്കാവൂ. അവൻ മനസ്സിലാക്കണം എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന്. അവൻ ആ തെറ്റ് തിരുത്താൻ, അനുദവിക്കാൻ അവന് ഇടയാകത്തക്കവണ്ണം വേണം ശിക്ഷിക്കാൻ. എൻ്റെ ദേഷ്യം തീർക്കാനല്ല ശിക്ഷിക്കേണ്ടത്. ചിലർ ദേഷ്യം വന്നാൽ കൈ കിട്ടിയെല്ലാം എടുത്തിട്ട് അടിക്കുക, ഒരു ദയവുമില്ലാതെ. ദേഷ്യം തീരുന്നവരെ അടിക്കും. എൻ്റെ ദേഷ്യം തീർക്കാനുള്ള എൻ്റെ ഒബ്ജക്റ്റ് അല്ല എൻ്റെ കൊച്ച്. ഭയങ്കര ദേഷ്യമാണ്, ഭിത്തിയെ പോയി ഇടിച്ചോണം. കൈകൊണ്ട് ദേഷ്യം തീർക്കാൻ ഭിത്തിയിലോട്ട് നല്ല 2 ഇടി ഇടിച്ചാൽ മതി, ഞങ്ങളുടെ ദേഷ്യമൊക്കെ തീരും. പിള്ളേരെ അടിക്കല്ലേ ദേഷ്യം തീർക്കാൻ. ദേഷ്യം തീർക്കാനല്ല മക്കളെ അടിക്കുന്നത്, തെറ്റ് തിരുത്താനാണ് അടിക്കുന്നത്. അത് സൂക്ഷിച്ചോണം. അപ്പോൾ അനേക കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ശിക്ഷണത്തിൽ. ഇനി അവരുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയട്ടെ. രക്ഷയോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളോട് രക്ഷയുടെ മാർഗം ചെറുപ്പത്തിലെ കുടുംബ പ്രാർത്ഥനയിലും അല്ലാതെയൊക്കെ പറഞ്ഞു കൊടുക്കണം. സിമ്പിളായിട്ട് അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷേ അവരെ രക്ഷിക്കപ്പെടാൻ നിർബന്ധിക്കല്ല. ചില ആളുകളുണ്ട്, അവരുടെ കയ്യിൽ ആരെ കിട്ടിയാലും രക്ഷിക്കപ്പെടുത്തി അവർ വിടുവുള്ളൂ. ഈ രക്ഷിക്കപ്പെടുത്തൽ എന്ന് പറയുന്നത് നമ്മളാരും വിചാരിച്ച് ചെയ്യുന്നൊരു കാര്യമല്ല. ഏറ്റവും ബില്ലിഗ്രാമിനെ കൊണ്ടുവന്ന ഓരോ കൊച്ചിനോട് സംസാരിപ്പിച്ചുകൊണ്ട് കൊച്ചു രക്ഷിക്കപ്പെടുകയല്ല. വചനം പറയണം, സ്നേഹത്തിൽ നിർബന്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കി, അർജൻസി പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ കൊണ്ട് നിർത്തിക്കണം. നീ രക്ഷിക്കപ്പെട്ടിട്ട് നിന്നെ ക്രിക്കറ്റിന് വിടത്തുള്ളൂ, അങ്ങനെ നിലപാടെടുക്കല്ലേ. അപ്പോൾ കൊച്ച് എത്ര പ്രാവശ്യം വേണേലും രക്ഷിക്കപ്പെടും. കാരണം ക്രിക്കറ്റ് കാണാൻ അവനിങ്ങനെ ഓങ്ങി നിൽക്കുമ്പോഴാണ് നിങ്ങൾ വചനം പറയുന്നത്. പറഞ്ഞതിൻ്റെ ചുരുക്കം, നിർബന്ധിക്കരുത്. കാര്യങ്ങൾ പറയണം, മനസ്സിലാക്കണം, അത് ഫോളോ അപ്പ് ചെയ്യണം. അവൻ്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായി വേണം അവൻ രക്ഷിക്കപ്പെടാൻ. സ്നാനപ്പെടുന്ന കാര്യവും അങ്ങനെ തന്നെ. ആ കാര്യങ്ങൾ പഠിപ്പിക്കണം, പറയണം. നിർബന്ധിച്ച് അവന് ഇഷ്ടമല്ലെങ്കിൽ ബാക്കി പിള്ളേരെല്ലാം സ്നാനപ്പെടുക, കൂട്ടുകാർ, അതുകൊണ്ട് ഇവനും കൂടെ സ്നാനപ്പെടുക. അങ്ങനെ ആരും സ്നാനപ്പെടുത്തില്ല. നല്ല ബോധ്യം ഉണ്ടായിട്ട് വേണം രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും. ഇനി കുഞ്ഞ് വാസ്തവമായി രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിക്കാം. ഏതെങ്കിലും ക്യാമ്പിന് പോയോ, സൺഡേ സ്കൂളിലോ, VBSലോ അല്ലെ എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ രക്ഷയെ ചോദ്യം ചെയ്യില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനൊരു അനുസരണക്കേട് കാണിച്ചെന്ന് വിചാരിക്കാം. നീ ഇന്നാൾ വലിയ കാര്യത്തിൽ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയല്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഈ പറയുന്ന അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ കൊച്ചിനെ തന്നെ വഴി പറയുന്നത്. അതുകൊണ്ട് അവിടെ രക്ഷയെ ചോദ്യം ചെയ്യല്ലേ. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ രക്ഷയെ ചോദ്യം ചെയ്യരുത്. നീ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്നത് ചുമ്മാതാ, അങ്ങനെ പറയല്ലേ. പറഞ്ഞു കൊടുക്കണം, രക്ഷിക്കപ്പെട്ടവരിങ്ങൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, ദൈവമക്കളല്ലേ, നമ്മളിങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാം. രക്ഷയെ ചോദ്യം ചെയ്യരുത്. പിന്നെ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വെറുതെ അവർക്കെതിരെ വലിച്ചെറിയരുത്. അപ്പനെ അമ്മയെ അനുസരിക്കാത്ത, ആ കണ്ണിനെ കഴുകൻ കൊത്തും, തോട്ടരുകത്തെ കാക്ക തിന്നും, ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളൊക്കെ നേരെ ബുള്ളറ്റ് പോലെ അവരുടെ അടുത്തോട്ട് തിരിച്ചടിക്കരുത്. അതിനുള്ളതല്ല. പഠിപ്പിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ ചെയ്യുമ്പോൾ അവരെ ശാസിക്കാൻ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്താനായിട്ട് വേദപുസ്തക വാക്യങ്ങൾ വലിച്ചെറിയരുത്. ഒരിക്കൽ ഒരു വേദപുസ്തക വാക്യം ഒരപ്പനും അമ്മയും പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാൻ ദൃക്സാക്ഷിയാണ്. ഞാൻ അവരുടെ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർക്കൊരു മകനേ ഉള്ളൂ.
അപ്പോൾ ഈ അപ്പം പറഞ്ഞു, ബ്രദറെ, ഇവൻ മക്കളെ അമ്മയപ്പന്മാരെ അനുസരിപ്പിക്കുന്നല്ലേ എഫേസ് ലേഖനത്തിൽ, ഇവൻ അതനുസരിക്കാത്തൊരു ബാലനാ എന്ന് ഈ അപ്പൻ എന്നോട് പറഞ്ഞു. ഉടനെ ഈ മോൻ പറയുക, അങ്കിളെ മക്കളെ പ്രകോപിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, പ്രകോപിപ്പിക്കുന്ന അപ്പനായത്. അപ്പോൾ വാക്യം കൊച്ചിനും അറിയാം കേട്ടോ, അത് ഓർത്തോണം. അപ്പൻ ഒരു വാക്യം പറഞ്ഞപ്പോൾ മോൻ മറ്റേ വാക്യം പറഞ്ഞു. അതുകൊണ്ട് ആവശ്യമില്ലാതെ വാക്യം ഉപയോഗിക്കല്ലേ. ആവശ്യത്തിന് പറഞ്ഞു കൊടുക്കാൻ വാക്യം ഉപയോഗിക്കാം, പക്ഷേ ബോംബ് പോലെ ബുള്ളറ്റ് പോലെ പിള്ളേരുടെ നേരെ വാക്യങ്ങൾ വലിച്ച് എറിയരുത്. ഇനി ടീനേജേഴ്സായിട്ടുള്ള മക്കളുടെ കാര്യം കൂടെ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരെ ട്രെയിൻ ചെയ്യണം. എന്നാൽ അവർ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ, അത് ടീനേജേഴ്സായി കഴിയുമ്പോൾ, അവരുടെ സ്വഭാവത്തിലും രീതികളിലും പല വ്യത്യാസങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും, ടീനേജിൽ നോർമലായിട്ടുള്ള ചില ബിഹേവിയറൽ ചേഞ്ചസ് പല കുട്ടികൾക്കും ഉണ്ടാകും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോർമൽ ടീൻ ബിഹേവിയർ ചേഞ്ച് ആണോ അതോ അബ്നോർമൽ ആയിട്ടുള്ള ചേഞ്ച് ആണോ എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം നോർമൽ ബിഹേവിയറിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നേരത്തെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും അവനിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല. അവൻ്റെ മൂഡ്സ് വേരി ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ. ചിലപ്പം ഹൈ ആയിരിക്കും, ചിലപ്പോൾ ലോ ആയിരിക്കും. മൂഡ് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ കുറച്ച് ഇറിറ്റബിൾ ആകും, പെട്ടെന്ന് ദേഷ്യം വരുന്ന, ഇറിറ്റേറ്റഡ് ആകുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ കാണിക്കും. ചില കാര്യങ്ങളിലോ ആക്ടിവിറ്റീസിലൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് ചിലപ്പോൾ അവന് കുറഞ്ഞു പോകും. ക്ലോത്തിങ് സ്റ്റൈൽ, വസ്ത്രധാരണ രീതിയിൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരും. സ്ലീപ്പിംഗ് ഹാബിറ്റ്സിൽ ചിലപ്പോൾ വ്യത്യാസം വരും. ചിലപ്പോൾ വീട്ടുകാരുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ കുറച്ച് കുറയും. അപ്പനും അമ്മയും മറ്റുള്ളവരുമായിട്ടുള്ള സംസാരവും ഇടപാടും, കൊച്ചായിരുന്നപ്പോൾ ഭയങ്കര കളിയും വർത്താനമായിരുന്നു, അത് ചിലപ്പോൾ കുറയും. ഇങ്ങനെ പല ചേഞ്ചസ് ടീനേജിലോട്ട് കിടക്കുന്നവർക്കുണ്ടാകാം. അത് നോർമലാണ്. അപ്പോൾ നിങ്ങളുടെ മകന് അല്ലെ മകൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ടീനേജിൽ ഉണ്ടാകുന്നെങ്കിൽ ഇത് നോർമൽ ടീനേജ് ബിഹേവിയറൽ ചേഞ്ചസ് ആണോ അതോ അബ്നോർമലായിട്ട്, അതായത് സാധാരണയിൽ കവിഞ്ഞ അമിതമായ ചേഞ്ച് ആണോ എന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. അത് ശ്രദ്ധിച്ച് നോക്കുകയും അത് പഠിക്കുകയും ചെയ്യണം. നോർമലാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. എന്നാൽ ചില കുട്ടികൾക്ക് അബ്നോർമലായിട്ട്, അതായത് കുറച്ച് അധികപ്പറ്റായിട്ട് ഈ കാര്യങ്ങൾ കാണും. ഡിപ്രഷൻ ചില കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ അമിതമായിട്ട്, ഉദാഹരണമായിട്ട് ലോൺലിനെസ് അല്ലെങ്കിൽ ഐസൊലേഷൻ, ഒറ്റയ്ക്ക് മുറി കയറി വാതിലടച്ചിരിക്കുക, ഏത് നേരവും പുറത്തോട്ട് വരത്തില്ല, അപ്പൻ്റെയും അമ്മയുടെയും മറ്റ് സഹോദരങ്ങൾ സിബ്ലിങ്സിനെയും കൂടെ ഇൻ്ററാക്ട് ചെയ്യത്തില്ല. അത് അധികമായിട്ട് ചിലരിൽ കാണും. അപ്പോൾ ഇത് നോർമലാണോ അതോ അല്പം കൂടുതലാണോ എന്നുള്ളത് മാതാപിതാക്കൾ ഒബ്സർവ് ചെയ്യണം. ഇനി വളരെ കൂടിയ നിലയിലാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള സഹായം നിങ്ങൾ തേടുന്നത് നല്ലതാണ്. കൗൺസിലേഷൻ്റെയോ സഹായിക്കാൻ കഴിയുന്ന ആരുടെയെങ്കിലോ ചിലപ്പോൾ മെഡിക്കൽ ഹെൽപ്പോ വന്നേക്കാം, ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കണ്ടാൽ. എന്നാൽ അത് പലപ്പോഴും കൂടുതലാകണമെന്നില്ല, നോർമലായിട്ട് തന്നെ ഉള്ളതായിരിക്കും. അപ്പോൾ മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, കൂടുതലായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അവരുമായിട്ട് കൂടുതലായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഉദാഹരണമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്ന് നിബന്ധന വെക്കണം. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി കുറച്ച് കഴിയുമ്പോൾ അവൻ വന്ന് കഴിക്കാമല്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുമിച്ച്, നിങ്ങൾക്കറിയാമായിരിക്കുമോ, എനിക്ക് അറിഞ്ഞുകൂടാ, വെളിനാട്ടിലെ, അതായത് സായിപ്പന്മാരുടെയൊക്കെ നാട്ടിൽ ഫാമിലി പ്രെയർ മിക്കവാറും ഡൈനിങ് ടേബിളിലാണ്. നമ്മളൊക്കെ അല്ലാതെ പാട്ടും പ്രാർത്ഥനയൊക്കെ വേറെ കഴിച്ചിട്ട് പിന്നെ ആയിരിക്കും കഴിക്കാൻ പോകുന്നത്. എന്നാൽ സായിപ്പന്മാരുടെ നാട്ടിൽ മിക്ക സ്ഥലത്തും അവരുടെ ഫാമിലി പ്രെയർ എന്ന് പറയുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കുമ്പോഴാണ് അവർ വാക്യം വായിക്കുകയോ പാട്ട് പാടുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ
ഭക്ഷണ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് അവരെ എൻകറേജ് ചെയ്യണം. അവരുമായിട്ട് സംസാരിക്കാൻ കൂടുതൽ സമയം എടുക്കണം. മനഃപൂർവ്വമായിട്ട് അവരെ ഏതെങ്കിലും കോൺവെർസേഷനിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടണം. അവരുമായിട്ട് അവർക്ക് പൊതു താല്പര്യമുള്ള കാര്യങ്ങളിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കണം. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഗെയിംസ്, ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കുക, ആ പിള്ളേരുടെ കാര്യമാണെങ്കിൽ, ഇപ്പം പിള്ളേരും കളിക്കുന്നുണ്ട്, കോമൺ ഗെയിംസ്, അപ്പനും അമ്മയ്ക്കും മക്കൾക്കും കൂടെ ഏർപ്പെടാൻ കഴിയുന്ന ചില ഗെയിംസ് ഉണ്ട്, കളികളുണ്ട്, അതിൽ ഏർപ്പെടാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നല്ല കൂട്ടുകാരുടെ കമ്പനിയിൽ ഇവനെ ആക്കി അവരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യിക്കാൻ ശ്രമിക്കണം. ഉദാഹരണമായിട്ട് നമ്മുടെ സഭയിൽ തന്നെ വേറെ നല്ല ചെറുപ്പക്കാരുണ്ടെന്ന് വിചാരിക്കുക. ആ ചെറുപ്പക്കാരുടെ കമ്പനിയിൽ ഇവനെ ആക്കണം. എന്നിട്ട് ചെറുപ്പക്കാരൊരുമിച്ച് ഫുട്ബോൾ കളിക്കുകയോ പാർക്കിൽ പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മകനെ ഏർപ്പെടുത്തണം. അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ ഐസൊലേഷനുള്ള അവസരങ്ങൾ കൊടുക്കരുത്. ഒറ്റയ്ക്ക് മുറി കയറി ഇരിക്കത്തക്കൊണ്ടുള്ള അവസരങ്ങൾ കൊടുക്കരുത്. ചിലപ്പോൾ അവർക്ക്, പഠിക്കുന്ന പിള്ളേർക്ക് ഇൻ്റർനെറ്റ് നോക്കുകയും പല പ്രോജക്ട്സ് ചെയ്യുകയും ചെയ്യാനൊക്കെ ആവശ്യം വന്നെന്നിരിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ കമ്പ്യൂട്ടറും നെറ്റും ഒക്കെ കോമൺ റൂമിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഒരു പൊതുമുറി ഉണ്ടെങ്കിൽ ബെഡ്റൂമിലിരുന്ന് അത് ചെയ്യാൻ അനുവദിക്കാതെ നിങ്ങളുടെ കമ്പ്യൂട്ടറൊക്കെ കോമൺ റൂമിൽ സെറ്റ് ചെയ്യുക, സിറ്റിംഗ് റൂമിൽ. അവിടെ ഇരുന്ന് എല്ലാവരും കാണുക ആ ജോലികൾ ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കണം. അപ്പോൾ അവരെന്താ നോക്കുന്നത്, കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്കും അറിയാനായിട്ട് അവസരമുണ്ടാകും. അവരുടെ ബെഡ്റൂമിൽ ഈ കാര്യങ്ങൾ വെച്ചാൽ രാവും പകലും അവരെന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് അവസരം ഉണ്ടാകയില്ല. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കുക, നല്ല അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കുക, നല്ല കമ്പനിയിൽ അവരെ ആക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വോളണ്ടറി ആക്ടിവിറ്റീസിൽ അവരെ ഇൻവോൾവ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഹോള് ക്ലീൻ ചെയ്യുന്നൊരു പരിപാടി ചെറുപ്പക്കാരെല്ലാവരും കൂടെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ വലിയൊരു അസംബ്ലി ഹാളാണ്, ചർച്ച് ഹാള്. അവിടുത്തെ ചെറുപ്പക്കാർ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, അവിടെ കുറേ ചെറുപ്പക്കാരൻ, അവരെല്ലാവരും കൂടെ കൂടി ഒരു ദിവസം ആ ഹോള് മുഴുവൻ അടിച്ച് വാരി ക്ലീൻ ചെയ്യുന്നല്ല വൃത്തിയാക്കി. അപ്പോൾ മറ്റുള്ളവർക്ക് അതിശയിച്ചു പോയി പിള്ളേരിങ്ങനെ ചെയ്തത് കണ്ട്. നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള വോളണ്ടറി ആക്ടിവിറ്റീസിൽ ഏതിലെങ്കിലും സോഷ്യലായോ അല്ലെങ്കിൽ ചർച്ചിൻ്റെയോ ആക്ടിവിറ്റീസിൽ ഇവരെ ഇൻവോൾവ് ചെയ്യിക്കുക. അപ്പോൾ കൂട്ടുകാരുമായിട്ട് കൂടാനും നല്ല കാര്യങ്ങൾ സംസാരിക്കാനും നല്ല കാര്യങ്ങളിൽ ഏർപ്പെടാനുമുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാകും. പിന്നെ ടി വി വ്യൂയിങ്, ഇൻ്റർനെറ്റ് വ്യൂയിങ്, ഫോൺ വ്യൂയിങ്, ഇതിനെല്ലാം റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ വെക്കണം. എന്ന് പറഞ്ഞാൽ ഫോൺ തൊട്ടുപോകല് എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ഒക്കത്തില്ല, ടി വി കണ്ടുപോകല് എന്ന് പറഞ്ഞാലും ഒക്കെയല്ല. അതുകൊണ്ടാണ് റീസണബിൾ എന്ന് ഞാൻ പറഞ്ഞത്. ന്യായമായ നിലയിലുള്ള ടി വി വ്യൂയിങ് അല്ലെങ്കിൽ നെറ്റിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം ന്യായമായ റീസണബിൾ ടൈം പീരീഡിൽ റീസണബിൾ ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ കാണാൻ മാത്രമായിട്ട് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കളുടെ സ്നേഹവും മാതാപിതാക്കളുടെ കരുതലും മാതാപിതാക്കളുടെ ദൈവാശ്രയവും ഈ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, നിങ്ങൾ കാണിക്കുന്ന കരുതൽ, നിങ്ങൾ കാണിക്കുന്ന സപ്പോർട്ട്, നിങ്ങൾ അവനെ ഉപേക്ഷിച്ചിട്ടില്ല, നിങ്ങൾക്ക് അവൻ വിലയേറിയവനാണ്, വിലപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ ഉറപ്പ് കൊടുത്തുകൊണ്ട് സ്നേഹത്തോടുകൂടെ ഇടപെടുകയും അതേസമയം റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുകയും ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും അധികം ജ്ഞാനം ആവശ്യമുള്ളൊരു മേഖല മക്കളെ വളർത്തുന്ന മേഖലയാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനി നടത്തുന്നതിനേക്കാൾ ജ്ഞാനം കുടുംബത്തിൽ മക്കളെ വളർത്താൻ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. യാക്കോബ് 1:4 വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ആ വാക്യം. പരിശോധനകളെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. എന്നാൽ ആ ആപ്ലിക്കേഷൻ നമുക്ക് ഏത് കോണ്ടെക്സ്റ്റിലും എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഒരുത്തൻ്റെ ജ്ഞാനം കുറവാകുന്നു എങ്കിൽ, അത് ഏത് കാര്യത്തിലും, അവിടെ പറഞ്ഞിരിക്കുന്ന പരിശോധനയുടെ കാര്യമാണ്. എന്നാൽ കുഞ്ഞുങ്ങളെ വളർത്താൻ വളരെ ജ്ഞാനം നമുക്ക് വേണം. നമ്മൾ വീട്ടിൽ പട്ടാളർച്ചിട്ട
പ്രഖ്യാപിച്ചുകൊണ്ടോ 144 പ്രഖ്യാപിച്ചുകൊണ്ടോ പിള്ളേരെല്ലാം നല്ലതായിട്ട് വളരുമെന്ന് ആരും വിചാരിക്കല്ലേ. ഓരോ കുഞ്ഞിനോടും ആ കുഞ്ഞിൻ്റെ സ്വഭാവ വിശേഷം അനുസരിച്ച് വേണം, വ്യത്യസ്തമായി വേണം നമ്മൾ ഇടപെടാൻ. അവരുടെ ഇൻ്റലിജൻസ് ലെവൽ വ്യത്യാസം കാണും. അതനുസരിച്ചല്ല നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അവരായിരിക്കുന്ന ഇൻ്റലിജൻസ് ലെവലിൽ അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓരോരുത്തരോട് ജ്ഞാനത്തോടെ ഓരോ രീതിയിൽ ഇടപെടണം. ടീനേജേഴ്സിനോടും വളരെ വിവേകത്തോടെ ഏർപ്പെടണം. ഇതിനൊന്നും ഷോർട്ട് കട്ട്സോ മാജിക്കോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ സർവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് വചനത്തിലുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ ഒരുമിച്ചും ഒറ്റയ്ക്കും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. കർത്താവേ, ഈ പൈതലിനോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഇന്ന വിഷയത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്ത് അഡ്വൈസാണ് ഈ കാര്യത്തിൽ കൊടുക്കേണ്ടത്, അവൻ്റെ ഹൃദയത്തെ നീ നിയന്ത്രിക്കണമേ. നിങ്ങൾ വളരെ ദൈവജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വാക്യം പറയുന്നത് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ജ്ഞാനം തരാൻ ദൈവത്തിന് മനസ്സാണ്, അവൻ്റെ കയ്യിൽ ജ്ഞാനം ഉണ്ട് താനും. ഹി ഹാസ് ദ റിസോഴ്സ് ആൻഡ് ഹി ഹാസ് ദ വില്ലിങ്നെസ് ടു ഗിവ് വിസ്ഡം. അങ്ങനെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ച് ജ്ഞാനം പ്രാപിച്ചാൽ ദൈവം തന്നെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ സഹായിക്കും. മക്കളെക്കുറിച്ച് ഒരിക്കലും ആങ്ഷ്യസ് ആകരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. മക്കളുടെ കാര്യത്തിലും വിചാരപ്പെടണ്ട. അവരെ വളർത്താൻ ഒക്കുന്ന രീതിയിൽ വളർത്തുക, നമുക്ക് ചെയ്യാനൊക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക. ഞാൻ 2-3 വാക്യങ്ങൾ കൂടെ കാണിച്ച് അവസാനിപ്പിക്കാം. ഈ വാക്യങ്ങൾ നമ്മുടെ ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയുന്നതാണ്. നമ്മൾ പല കാര്യങ്ങളിന്ന് പകൽ പറഞ്ഞു. നാം ദൈവഭക്തിയോടെ ജീവിക്കുകയും ദൈവമുമ്പാകെ സത്യസന്ധരായി നടക്കുകയും ചെയ്താൽ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ആരും അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. മക്കളുടെ ഭാവി, മക്കളുടെ വിവാഹം, മക്കളുടെ വളർച്ച, ഇതെല്ലാം ദൈവം നോക്കിക്കൊള്ളും. ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കേ. സദൃശവാക്യം 14:26 വാക്യം, 14:26. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. നീ യഹോവ ഭക്തനായിട്ടിരുന്നാൽ നിൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. സദൃശവാക്യം 20:7. പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവൻ്റെ ശേഷം അവൻ്റെ മക്കളും ഭാഗ്യവാന്മാർ. നീ പരമാർത്ഥതയിൽ നീതിമാനായി നടന്നാൽ നിൻ്റെ മക്കളുടെ കാര്യത്തിൽ അവരും ഭാഗ്യവാന്മാരായിത്തീരും. 22:6 അത് നമ്മൾ വായിച്ചു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിച്ചാൽ വൃത്തനായാലും വിട്ടുമാറുകയില്ല. 23:17 വാക്യം, നീ എല്ലായ്പ്പോഴും യഹോവാഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. എൻ്റെ സഹോദരന്മാരെ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ പറഞ്ഞ കാര്യത്തിൻ്റെ എല്ലാം രത്നച്ചുരുക്കം. ദൈവഭക്തിയായി ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് ദൈവ വഴിയിൽ കുടുംബമായി നടക്കുവാൻ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള നിശ്ചയത്തോടുകൂടെ നിങ്ങൾ ദൈവമുൻപാകെ നേരോടെ നടന്നാൽ നിങ്ങളുടെ മക്കൾക്ക് ശരണമുണ്ടാകും, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും വന്നു പോകാം. വരുന്ന ഉടനെ സത്യസന്ധമായി ദൈവസന്നിധിയിൽ ഇത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ പെർഫെക്ഷൻ ഓവർ നൈറ്റ്, ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ ഓണസ്റ്റി. ഒരു രാത്രി കൊണ്ട് നാം പരിപൂർണരാകുന്നുവെന്നല്ല ദൈവം നോക്കുന്നത്, നാം സത്യസന്ധരാണോ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിപ്പോയാൽ, ചിന്തയിലോ നോട്ടത്തിലോ മനോഭാവത്തിലോ തെറ്റ് വന്നു പോയാൽ ഉടനടി ദൈവസന്നിധിയിൽ അത് സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് യാചിക്കണം. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒന്നും ഭയപ്പെടാനില്ല. ദൈവമുൻപാകെ സത്യസന്ധമായിട്ട് നടക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, എന്തെങ്കിലും കുറവ് വന്നാൽ, നോട്ടത്തിലായിരിക്കും, ചിന്തയിലായിരിക്കും, മനോഭാവത്തിലായിരിക്കും, വാക്കിലായിരിക്കും, ഉടനടി ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, കൃപയ്ക്കായിട്ട് ദൈവത്തോട് യാചിക്കുക. ദൈവം അങ്ങനെയുള്ള കുടുംബങ്ങളെ അനുഗ്രഹിക്കും. ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. ഈ വാക്യം നമ്മളെല്ലാവരും കൂടെ വായിക്കാൻ പോവുകയാണ്. എക്ലീസിയാസ്റ്റസ്, അതായത് സഭാപ്രസംഗി 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. എല്ലാവരും വേദപുസ്തകം എടുക്കാമോ?
സഭാപ്രസംഗി 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ എല്ലാ സഹോദരന്മാരും ഉറച്ച് ഈ വാക്യം വായിക്കണം. സദൃശവാക്യം 8:12 എല്ലാവരും എടുത്തോ. ഓക്കെ. 1, 2, 3. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. അതിൻ്റെ ഒടുവിൽ എന്താ പറഞ്ഞേ? ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ദാവീദ് 37-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നു, അവൻ്റെ സന്തതി ആഹാരമിറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നീതിമാന്മാരായി ദൈവമുൻപാകെ നേരോടെ നാം നടന്നാൽ നമ്മുടെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം ദൈവം നോക്കിക്കോളും. എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് ലഭിക്കും. വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ദൈവഭക്തിയോടുകൂടെ നേരോടെ ദൈവമുമ്പാകെ നമുക്ക് നടക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോൻ ആത്മനിറവിൽ സാന്നിധ്യത്തിൽ നടത്തിയിടും അതിശയമായി. ലോകെ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോൻ ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിയിടും അതിശയമായി. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും